എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരനാണ് പി നരേന്ദ്രനാഥ്. നോവലുകളും നാടകങ്ങളും ബാലസാഹിത്യവുമായി 30-ൽ പരം കൃതികളുടെ കർത്താവാണ് ഇദ്ദേഹം. ആദ്യത്തെ ബാലസാഹിത്യ കൃതി വികൃതിരാമനായിരുന്നു. അദ്ദേഹത്തിന് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അവാർഡ് ലഭിച്ച കുഞ്ഞിക്കൂനൻ എന്ന കഥയിൽ സമൂഹം ശാരീരിക വൈകല്യമുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രമേയം. ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ കുഞ്ഞിക്കൂനൻ ഒരു കൂനുള്ള ബാലനാണ്. അവൻ്റെ രൂപത്തെ നോക്കി പലരും പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവന് നല്ല കരുണയും മനസ്സും സത്യസന്ധതയും ഉള്ള ആളാണ്. ഒരു മനുഷ്യന്റെ വില രൂപത്തിലല്ല, മറിച്ച് അവൻ്റെ സ്വഭാവത്തിലും മനുഷ്യത്വത്തിലുമാണ് എന്ന് എഴുത്തുകാരൻ ഇതിൽ വ്യക്തമാക്കും. ശാരീരിക വൈകല്യമുള്ളവരെയും മറ്റുള്ളവരെ പോലെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണണമെന്ന് കഥ സന്ദേശം നൽകുന്നു. കൂട്ടുകാരെ, എന്നാൽ നമുക്ക് കുഞ്ഞിക്കൂനൻ എന്ന കഥയുടെ ഒരു ചെറിയ ഭാഗം കണ്ടാലോ? ഞാൻ ജനിച്ച് 4 ദിവസം ആയപ്പോഴേക്കും എൻ്റെ അമ്മ മരണപ്പെട്ടു. എൻ്റെ ജന്മനക്ഷത്രം കരിമ്പൂരാടമായത് കൊണ്ടാണ് അമ്മ മരിച്ചതെന്ന് പറഞ്ഞിട്ട് അച്ഛനും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ ഈ രൂപം കണ്ട് കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കും. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എഴുത്താശാനാണ്. അദ്ദേഹം എന്നെ നല്ല പോലെ നോക്കുന്നുണ്ട്. എന്തായാലും കൂട്ടുകാർ പഠിക്കുന്നിടത്തേക്ക് ഒന്ന് പോയി നോക്കാം. നീ എന്റെ വീട്ടിലെ മത്തപ്പന്തൽമേൽ കഞ്ഞി തക്കാതിരിക്കാൻ ഒന്ന് കയറി നിൽക്കാമോ? എവിടെ വീട്? ഞാൻ വരാം. ഇനി ഇങ്ങനെ വിളിച്ചാലുണ്ടല്ല, നീ അനുഭവിക്കോ കേട്ടോ. ഇനി നീ അങ്ങനെ മുതിരണ്ട. മലയാള സാഹിത്യത്തിലെ ഒരു ക്ലാസിക് കൃതിയാണ് കുഞ്ഞിക്കൂനൻ. ശാരീരിക പരിമിതികളുള്ള ഒരു കുട്ടിയുടെ കഥയാണിത്. കുട്ടികളിൽ കാരുണ്യം, സഹാനുഭൂതി, ആത്മവിശ്വാസം എന്നിവ വളർത്താൻ ഈ കൃതി സഹായിക്കുന്നു. ഹലോ കൂട്ടുകാരെ, എനിക്ക് ഈ പുസ്തകം ഇഷ്ടമായി. നിങ്ങളും ഈ പുസ്തകം വായിക്കണേ. നിങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്.